ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിലിന്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെക്കോട്ട സാരീസ് തന്നെയാണ്. എല്ലാം ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ഡിഫറെൻറ്റ് സ്റ്റിച്ചസും യൂസ് ചെയ്തിരിക്കുന്ന ചെക്കോട്ട സാരീസ് ആണ്. അപ്പം താല്പര്യമുള്ളവർ ഇന്ന് കണ്ടിട്ട് ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പം ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് വീഡിയോസ് ഉണ്ടാവുള്ളൂ. ബാക്കി രണ്ടാഴ്ചയായിട്ട് നമുക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടായിരുന്നു. മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഇനി മുതൽ വെനസ്ഡേയും സാറ്റർഡേസും മാത്രമായിരിക്കും വീഡിയോസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഫുൾ ലെങ്ത് ഇരുന്ന് കാണുക. എന്നിട്ട് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ സാരീസും ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഇത് നല്ലൊരു കളറാണ്, ടർക്കോയ്സ് ബ്ലൂ കളർ ഷെയ്ഡ് കോട്ടൺ ചെക്കോട്ട സാരിയുടെ അകത്ത് പിങ്കിൻ്റെ വെറൈറ്റി ഓഫ് ഷെയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബേബി പിങ്ക് ഉണ്ട്, പിന്നെ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് പിങ്ക്, പിന്നെ ഒണിയൻ പിങ്ക്. ഇത്രയും പിങ്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഒലീവ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെമ്മും ലീഫും തയ്ച്ചിരിക്കുന്നത്. ഇതൊരു അത്യാവശ്യം വലിയൊരു ഡിസൈനാണ്, ഒരു 10 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു ഡിസൈനാണ്. ഈ ഡിസൈൻ മുന്താണിയുടെ ഒരു പോർഷനിലാണ്, ഒരു സൈഡിലാണ് ഉള്ളത് ഇതുപോലത്തെ ഡിസൈൻ. ഇത് തിക്കായിട്ട് വലിയ ഫ്ലവേഴ്സുമാണ്. ഇപ്പോൾ മുന്താണി അത്യാവശ്യം നല്ല വലിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഫില്ലായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ മുന്താണിയുടെ ഒരു സൈഡിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു 3 ഫ്ലവറും ലീഫൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഫുള്ളും ആയിട്ടാണ് നമ്മുടെ ഇരിക്കുന്നത്. ഡിസൈൻ നല്ലോണം തന്നെ ഫ്രണ്ട് പോർഷനിലുണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഈ സെയിം ഡിസൈൻ തന്നെ സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഇതുപോലെയാണ് വരുന്നത്. നമ്മുടെ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇതുപോലെയാണ് നമ്മുടെ കാലിൻ്റെ അവിടെ വരുന്നത്. അപ്പം മൊത്തത്തിൽ ഇതുപോലത്തെ വലിയ ഡിസൈൻ 4 എണ്ണമാണുള്ളത്. ഫ്രണ്ടിൽ 2 എണ്ണം, ഷോൾഡറിൽ റണ്ണിങ് മുന്താണിയിൽ ഒരെണ്ണം, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരെണ്ണം. ഇത് അത്യാവശ്യം വലുതായതുകൊണ്ട് തയ്ക്കാൻ കുറച്ചധികം സമയം എടുക്കുന്ന ഒരു ഡിസൈനാണ്. തിക്കായിട്ട് ഇതുവരെ ഫില്ല് ചെയ്യണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1699 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ഓഷ്യൻ ബ്ലൂ കളർ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് മറൂൺ കളർ അല്ലെങ്കിൽ വാടാമുല്ലയുടെ കളർ, മജന്ത കളർ, ആ ഒരു ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എക്സാക്റ്റ് കളർ വീഡിയോയിൽ വരുന്നില്ല. അപ്പം ഇതോടെ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാങ്കോ ഡിസൈൻ, മാങ്കോ ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ബേബി പിങ്ക് കളർ. ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു പോർഷനിൽ വരുന്നുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. സെയിം സൈസ് തന്നെയുള്ള ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും തയ്ച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 4 ഡിസൈനാണ് അടുപ്പിച്ച് തയ്ച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ 4 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 4 ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ ചെസ്റ്റ് പോർഷനിൽ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ നെഞ്ചിനോട് ചേർന്നിരിക്കുന്ന അവിടെ ഒരു ഡിസൈൻ ഇതുപോലെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ 4 എണ്ണം. അപ്പോൾ ഫ്രണ്ടിൽ നല്ല തിക്കായിട്ട് തന്നെ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഉടുക്കുമ്പോൾ നെഞ്ചിനോടും അതുപോലെ തന്നെ പുറത്തത്തെ പ്ലീറ്റ്സിനും 4 എണ്ണം. പിന്നെ കാലിൻ്റെ അവിടെ ഒരെണ്ണം, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരെണ്ണം. ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഷ്യൻ ബ്ലൂ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് വിത്ത് ബ്ലൗസ് പീസാണ്, സെയിം കളർ ബ്ലൗസ് പീസ്. അതിൻ്റെ സ്ലീവിലും ആ സെയിം സൈസിലുള്ള തന്നെ ഒരു ഡിസൈനാണ് സ്ലീവിലും കൊടുത്തിരിക്കുന്നത്. 2 സ്ലീവിലും ഓരോരോ ഡിസൈൻ. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1749 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത സാരി നമ്മുടെ ഒരു ഡാർക്ക് പൗഡേർഡ് ബ്ലൂ കളർ ആയിട്ടുള്ള ഒരു ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മുന്താണിയുടെ ഒരു വശത്ത് ഒരു വലിയ ഡിസൈനും നടുക്കും മറുവശവും ഒരു കുറച്ചും കൂടെ മീഡിയം സൈസ് ഡിസൈനാണ് നമ്മൾ ചെയ്തത്. ഇതുവരെ 3 ഡിസൈനാണ് മുന്താണിയിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന 2 ലീവ്സ് ഡാർക്ക് ഗ്രീനും സ്റ്റെം ഡാർക്ക് ഒലീവ് ഗ്രീനും, ഫ്ലവേഴ്സ് യെല്ലോ കളർ, നടുക്ക് ബീഡുമാണ് വെച്ചേക്കുന്നത്. ബീഡിന് ചുറ്റും ഫ്രഞ്ച് നോട്ട്, ഒരു ബ്രൗൺ കളർ ത്രെഡും കൊണ്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബ്രൗണിൻ്റെ കൂടെ വൈറ്റ് ബീഡ് വന്നപ്പോൾ, പേൾ വന്നപ്പോൾ നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്.
നല്ലൊരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനുമാണ്. യെല്ലോ ലെമൺ യെല്ലോ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ആദ്യം റോസിറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ ലേസി ഡേസിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 3D എഫക്റ്റും കിട്ടുന്നുണ്ട്. പ്രൊജക്ഷനുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്ത്, പിന്നെ റണ്ണിങ് പോർഷനിലും മുന്താണിയുടെ മറുവശത്ത് തയ്ച്ചു കൊടുത്ത ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. വലിയ ഡിസൈൻ അല്ല. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ ഒരു വലുത്, ഒരു കുഞ്ഞത്, പിന്നെ ഒരു വലുത്, അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ. പിന്നെ ഇതുപോലെ തന്നെ ഒരു വലിയ ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ വലിയ ഡിസൈൻ പറയുവാണെങ്കിൽ 2 ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ, കാലിൻ്റെ അവിടെ ഒരെണ്ണം, പിന്നെ മുന്താണിയിൽ ഒരെണ്ണം, 4 വലിയ ഡിസൈനും കുഞ്ഞതും 4 ഉള്ളത്. ഒന്ന് ഫ്രണ്ടിലുണ്ട്, റണ്ണിങ് പോർഷനിലുണ്ട്, ഷോൾഡർ പ്ലീറ്റ് മുന്താണിയിൽ 2 ഉണ്ട്. അങ്ങനെ 4 വലുതും 4 മീഡിയം സൈസ് ഫ്ലവറുമാണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1699 ആണ്. 1699 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ലൈറ്റ് പൗഡർ ബ്ലൂ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ട്വൈൻ കട്ട് വർക്കാണ്. ഒരു സൈഡിൽ എൽ പോർഷനും മറു സൈഡിൽ 3 പാറ്റേണുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുന്താണിയുടെ സൈഡ് സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. ഒരു റൗണ്ട് പാറ്റേൺ ആണ്. 4 ലീഫ് പാറ്റേൺ തയ്ച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ട്വൈൻ കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡിസൈൻ. ഡബിൾ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കട്ട് വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എൽ ഷേപ്പിലാണ് കട്ട് വർക്ക് വരുന്നത്. മറു സൈഡിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് 3 സർക്കിൾ ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്കാലപ്പ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എൽ ഷേപ്പിൽ മുന്താണിയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ് ഡിസൈൻ വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ വന്നിട്ട് ഇതുപോലെ 3 അടുപ്പിച്ച് തയ്ച്ചിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും 3 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കട്ട് വർക്ക് ഫ്രണ്ടിൽ വരുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു 3 സർക്കിൾ പാറ്റേൺ ആണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ചെയ്തിരിക്കുന്നത്. ഇത് വിത്ത് ഫോളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് കട്ട് വർക്ക് പാറ്റേൺ വരുന്നത്. ഇത് വീഡിയോയിൽ അത്ര കളർ കറക്റ്റായിട്ട് വരുന്നില്ല. ഇതിൻ്റെ അകത്ത് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂവിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സാരിയുടെ കളറ് ലൈറ്റ് പൗഡേർഡ് ബ്ലൂ അല്ലെങ്കിൽ ആഷ് കളർ എന്ന് പറയാം. ആ ഒരു കളറാണ് ഇതിൻ്റെ സാരിയുടെ കളർ. ഇത് ഫോൾ ഫിക്സ് ചെയ്തതാണ്. അതുപോലെ തന്നെ മുന്താണിയുടെ അരിക് സ്കാലപ്പും ചെയ്തതാണ്. ഇതിൻ്റെ ലെഗ് പോർഷനിൽ വരുന്ന പാറ്റേൺ ആണിത്. ഇതിങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇതുവരെയാണ് ലെഗ് പോർഷനിൽ വരുന്നത്. 3 ഫ്ലവേഴ്സ് സ്റ്റാൻഡിങ് പൊസിഷനിൽ. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ്. അടുത്തതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് ബേബി പിങ്ക് കളർ സിന്തറ്റിക് കോട്ട സാരിയുടെ അകത്ത് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. മുന്താണി ഇതുപോലെയാണ് വരുന്നത്. മുന്താണി ഫുള്ളും ഡിസൈനായിട്ട് കട്ട് വർക്ക് പാറ്റേൺ ആയിട്ട് 2 കോർണറിൽ കൂടെ എൽ ഷേപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല വളരെ ഭംഗിയൊരു ഡാർക്ക് ടോൺ ഓഫ് പിങ്ക് തന്നെ യൂസ് ചെയ്തിട്ട്, ഈ സാരീനേക്കാളും കുറച്ചും കൂടെ ഒരു ഡാർക്ക് ടോൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് വർക്ക് ട്വൈൻ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ്. ഇത് നോർമൽ മെഷീൻ കട്ട് വർക്ക് അല്ല, ട്വൈൻ കട്ട് വർക്കാണ്. ഇതിൻ്റെ ബോർഡർ ആണെങ്കിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. മുന്താണിയുടെ അരിക് ഫോളും ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇതുപോലെ കട്ട് വർക്ക് ബോർഡറിൽ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലാണ് പിന്നെ കട്ട് വർക്ക് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് വരുന്നത്. ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് 5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത പാറ്റേൺ വരുന്നത്. ഇതുപോലത്തെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ, പിന്നെ 5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ. അങ്ങനെ 2 ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിൽ, ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നുണ്ട്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിലാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. സ്റ്റാൻഡിങ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1999 ആണ്. 1999 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് 5 സാരീസാണ് കണ്ടത്. എല്ലാവർക്കും ഈ 5 സാരീസ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിപ്പം ഈ സാരീസ് അല്ല വേറെ ഏതെങ്കിലും ബൊട്ടീക്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിൽ നിന്ന് നിങ്ങൾ ഡിസൈൻ കണ്ടു, ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് റീക്രിയേഷൻ വേണം എന്ന്, അങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് വിത്ത് ഡിസൈൻസ് ഇന്ന ത്രെഡിൽ ഇന്ന മെറ്റീരിയൽ ചെയ്ത് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷെ ഒരു ഇത്തിരി ടൈം വേണം. ചിലപ്പം പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ നമ്മളോട് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തു തരാൻ നമുക്ക് കുറച്ച് സമയം വേണം ചെയ്യാനായിട്ട്.
അപ്പം എന്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പം റിലേറ്റഡ് ടു സ്റ്റിച്ചിങ് ആണെങ്കിൽ ഇപ്പം റിക്രിയേഷൻ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുകയാണ്, നിങ്ങൾക്ക് തയ്യൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾക്ക് ത്രൂ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, bye bye.